ഹായ്, ഇന്ന് ഞാനുള്ളത് കോസ്റ്റാറിക്കയിലാണ്. കോസ്റ്റാറിക്കയിലെ പോർട്ടോ ലിമൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഷിപ്പിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വലിയ സുവനീർ മാർക്കറ്റ് തന്നെയുണ്ട്. സുവനീറും ചെറിയ സാധനങ്ങളും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്നൊരു മാർക്കറ്റ് തന്നെ ഇവിടെയുണ്ട്. ഞാൻ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഗേറ്റാണിത്. ഈ കോസ്റ്റാറിക്കയിലെ കരീബിയൻ തീരത്തുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു തുറമുഖ നഗരമാണ് ഈ പോർട്ടോ ലിമൺ. ഒരു കരീബിയൻ ടച്ച് നമുക്കിവിടെ എല്ലായിടത്തും കാണാൻ പറ്റും. ഇവിടുത്തെ കെട്ടിടങ്ങളാണെങ്കിലും ഇവിടുത്തെ ആളുകളാണെങ്കിലും ഒരു കരീബിയൻ സെറ്റപ്പാണ്. ഇവിടുത്തെ ഒരു ചെറിയ പാർക്കാണ്. ഞാനിങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത് സ്ലോത്ത് എന്ന് പറയുന്ന ഒരു ആനിമലുണ്ട്, ഒരു സസ്തനിയാണത്. അതിനെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ് കണ്ടത്. പക്ഷേ നിലവിലൊന്നിലേ ഞാൻ കണ്ടില്ല. കൂടുതലും അത് ഈ മരങ്ങളുടെ മുകളിലാണ് അത് ഇരിക്കാറ്. വളരെ അപൂർവമായിട്ട് മാത്രമേ അത് താഴേക്ക് ഇറങ്ങി വരാറുള്ളൂ. മധ്യ തെക്കേ അമേരിക്കൻ മഴക്കാടുകളിൽ കാണപ്പെടുന്ന സ്ലോത്തുകൾ ലോകത്തിലെ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന സസ്തനികളിലൊന്നാണ്. ഇവിടുത്തെ കടൽ വിഭവങ്ങളും സർഫിംഗ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ഒരു ആഫ്രോ കരീബിയൻ സംസ്കാരം പിന്തുടരുന്നവരാണ് ഇവിടെയുള്ള ആൾക്കാർ. ഇവരുടെ മ്യൂസിക്കും ഭക്ഷണവും വസ്ത്രധാരണവും ഒക്കെ മറ്റ് കരീബിയൻ രാജ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാനിന്ന് കാണിച്ചു തരാം. എന്തായാലും നമുക്കിതിലേക്ക് നടന്നു നോക്കാം. ഇതിലെല്ലാം കൂടുതലും കച്ചവട സ്ഥാപനങ്ങളാണ് കൂടുതലും. ഇവിടെ ഒരു ലിക്കർ ഷോപ്പുണ്ട്, ഒരു കഫേ ഉണ്ട്. ഇവിടെ വണ്ടികളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും നല്ല ഒരു മ്യൂസിക്കൽ തീമാണ്. എല്ലാ ഷോപ്പുകളിൽ നിന്നും മ്യൂസിക് കേൾക്കാം നമുക്ക്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ചെറിയ സോഡ നാരങ്ങളൊക്കെ വിൽക്കുന്ന കൂട്ട് കട ഇവിടെയുണ്ട് കേട്ടോ. പല കളറിൽ പെയിൻ്റ് അടിച്ച ഒരു ഏരിയയാണ് ഇത്. ഈ ഒരു ഫ്ലോറ്. പക്ഷേ പഴക്കം മൂലം പെയിൻ്റൊക്കെ പോയി, സിമെൻറ്റ് തെളിഞ്ഞ് നിൽപ്പുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പം ഇവിടുത്തെ ഈ കളർ സ്ട്രീറ്റാണ് ഞാൻ മെയിനായിട്ട് കണ്ടത്. ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ. മാമ്പഴമാണെന്ന് തോന്നുന്നു പുള്ളി അടുക്കി വെക്കുന്നത് കണ്ടിട്ട്. മാംഗോ, ദിസ് വൺ മാംഗോ. മാമ്പഴമാണ്. ഇവിടുത്തെ ഒരു പച്ചക്കറി കടയാണ് കേട്ടോ. ഇഷ്ടംപോലെ അവക്കാഡോ ഒക്കെ വെച്ചിട്ടുണ്ട്. റോഡൊക്കെ ക്രോസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ക്രോസ് ചെയ്യുന്നത് പോലെ തന്നെ. ഇവിടെ സീബ്ര ലൈനൊക്കെ ഉണ്ടെങ്കിലും ആരും അതൊന്നും ഫോളോ ചെയ്യുന്നൊന്നുമില്ല. ചുമ്മാ നമ്മുടെ നാട്ടിലെ പോലെ കൈയൊക്കെ പൊക്കി പിടിച്ച് അവിടെ നിൽക്കുന്നു പറയുന്ന പോലെ അങ്ങനെയാണ് ഞാനും ഇപ്പോൾ ക്രോസ് ചെയ്തത്. ഇവിടുത്തെ ലോക്കൽസും അങ്ങനെ തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ പോലീസ്. ഈ തേങ്ങാപ്പാലിൽ പാകം ചെയ്തെടുക്കുന്ന ബീൻസും റൈസുമാണ് ഇവിടെയുള്ളവരുടെ മെയിൻ ഭക്ഷണം. സ്പാനിഷാണ് ഇവിടെയുള്ളവരുടെ ഭാഷ. എന്നാൽ ടൂറിസ്റ്റ് മേഖലയിലൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. ഷിപ്പിൽ നിന്നിറങ്ങി ഞാൻ കുറച്ചധികം ഇങ്ങനെ മുന്നോട്ട് നടന്നു. ഷോപ്പുകളെല്ലാം തന്നെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഇങ്ങനെ അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ഐക്കോണിക്കായിട്ട് കാണാൻ പറ്റുന്ന ഒന്നും ഇതുവരെ കണ്ടില്ല ഞാൻ. ഗൂഗിളിൽ ഇവിടെ ഒരു പഴയ പള്ളി കാണിക്കുന്നുണ്ട്. ഞാനതല്ല പള്ളി ഒന്ന് പോയി കാണാമെന്ന് വെച്ചു. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക ഞാൻ.
ഞാൻ ആ പള്ളിയുടെ മുന്നിലേക്ക് എത്തി. ഇതാണ് ആ പള്ളി. പോർട്ടോ ലിമണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ പള്ളി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകവും ആരാധനാലയവുമാണ്. സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ലിമോൺ രൂപതയുടെ ആസ്ഥാനമാണ് ഈ കത്തീഡ്രൽ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നിർമ്മിക്കപ്പെട്ട പഴയ കത്തീഡ്രൽ ഭൂകമ്പത്തിൽ തകർന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ആധുനികമായ ഈ കത്തീഡ്രൽ നിർമ്മിക്കപ്പെട്ടത്. മിക്കവാറും ഇവിടുള്ള കത്തോലിക്ക പള്ളികളെല്ലാം പുരാതനമായ ഗോത്തിക് ശൈലിയിലാണ് കാണപ്പെടാറുള്ളതെങ്കിലും ഈ കത്തീഡ്രൽ വളരെ ആധുനികമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വ്യത്യസ്തമായ രൂപകൽപ്പന ധാരാളം സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാറുണ്ട്. കോൺക്രീറ്റും ഗ്ലാസുകളും ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം. ഇതിൻ്റെ ഉൾഭാഗം വളരെ വിശാലവും ശാന്തവുമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. വലിയ ഗ്ലാസ് ജാലകങ്ങളിലൂടെ കടന്നു വരുന്ന പ്രകാശം പള്ളിക്കുള്ളിൽ മനോഹരമായ ഒരു അനുഭവം നൽകുന്നുണ്ട്. ലിമോൺ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നഗരം ചുറ്റിക്കാണുന്നവർക്ക് എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഇവിടുത്തെ കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. വിശേഷ ദിവസങ്ങളിൽ ഇവിടെ വലിയ രീതിയിലുള്ള പ്രാർത്ഥനകളും ചടങ്ങുകളും ഒക്കെ നടക്കാറുണ്ട്. കോസ്റ്റാറിക്കയിലെ കരീബിയൻ തീരദേശ നഗരമായ ലിമോണിൻ്റെ സാംസ്കാരിക അടയാളങ്ങളിൽ ഒന്നായി ഈ പള്ളിയെ കണക്കാക്കപ്പെടുന്നു. ഞാൻ ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. അവിടുന്ന് ഞാനിങ്ങനെ ഇവിടെ ബാക്കി എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് ഒന്നുകൂടി ഒന്ന് കറങ്ങി നോക്കാമെന്ന് വെച്ചു. നമ്മുടെ നാട്ടിലെ കപ്പയൊക്കെ ഇവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും നമ്മൾ ആദ്യം കണ്ട പാർക്കിലേക്ക് എത്തി. വലിയൊരു പാർക്ക് തന്നെയാണ് കേട്ടോ. വമ്പൻ മരങ്ങൾ ഇടതോർന്നു നിൽക്കുന്ന ഒരു പാർക്കാണിത്. ഈ പാർക്കിലെ മെയിൻ അട്രാക്ഷനിലൊന്നാണ് ഈ കാണുന്ന ചെറിയൊരു ഗോപുരം. 1895 നിർമ്മിക്കപ്പെട്ട ഈ പാർക്ക് ഈ പോർട്ടോ ലിമൺ നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു സാംസ്കാരിക പൈതൃകമെല്ലാം ഉള്ള ഒരു ഏരിയ ആയിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഒരു ഫ്രഞ്ച് സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്യാനും നടക്കാനൊക്കെ ആയിട്ട് ഈ പാർക്കിൽ ഒട്ടേറെ ആളുകൾ വരാറുണ്ട്. നമുക്ക് നേരെ കാണുന്നത് ഇവിടുത്തെ ബീച്ചാണ്. ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയി നോക്കാം നമുക്ക്. ഈ ബീച്ചിൻ്റെ സൈഡിൽ ഒട്ടേറെ ചെറിയ കച്ചവടക്കാരെ കാണാൻ സാധിക്കും കേട്ടോ. സോഫ്റ്റ് ഡ്രിങ്ക്സും ഇവിടുത്തെ നാടൻ മറ്റേ കരിക്കും ഒക്കെയാണ് അവിടെ കച്ചവടം ഉള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കോസ്റ്റാറിക്കയിലെ കുറച്ച് പോർട്ടോ ലിമണിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.